രാമായണത്തിൽ ഹനുമാന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഹനുമാന് തന്നെയാണ്. കാരണം ഈ യുദ്ധത്തിന്റെ ആലോചിച്ച് വെക്ക, ഒരു മനുഷ്യൻ അവനവന് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ മനുഷ്യന്മാര് സാധാരണ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി മൃഗങ്ങളുടെ കൂട്ട് പിടിച്ചിട്ട് ഒരു യുദ്ധം ജയിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്ന സമയത്ത്, കുരങ്ങന്മാര് മനുഷ്യന്റെ രൂപത്തിലല്ലല്ലോ, മൃഗങ്ങളുടെ കൂട്ടിയാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പെടുത്തിയിട്ടുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ കഴിവുകൾ സ്വന്തം അറിയാത്തൊരു വ്യക്തി, ഈ ബാലിസുഗ്രീവനായാലും അവർക്ക് ശാപവും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അന്യോന്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് എന്തിനാണാവോ പകുതി പിന്നെ ആരോഗ്യം കൊടുത്തത്, ഫുൾ ആരോഗ്യം ഡബിൾ ആയിട്ട് കൊടുത്തുകൂടായിരുന്നോ? അങ്ങനെ പെട്ടെന്ന് തീരില്ലേ? ഇല്ലേ, ഏറ്റവും പകുതി ശക്തി ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം ഒരു 10 ഇരട്ടി ശക്തി കൊടുക്കണം എന്ന് പറഞ്ഞൂടെ? അങ്ങനെ എന്താ പറയാതിരുന്നതൊക്കെ നമ്മൾ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതില് ഹനുമാൻ അവനവന്റെ കഴിവ് അറിയില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കഴിവ് അറിയില്ല എന്നുള്ളതാണ്. അതിനെ ആരെങ്കിലും ഒന്ന് പെർട്ടർബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അറിവുണ്ടാവുക. ആ അറിവുള്ള ഒരു വ്യക്തിയായി മാറുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുക. ഇനി ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ ഹൃദയത്തിനുള്ളിൽ ആരാണ് ഉള്ളത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്തിയുടെ അങ്ങേയറ്റത്തെ ലെവല്, അത് വേറെ ആർക്കാ ഉണ്ടാവുക? അതുപോലെ ഈ യുദ്ധം കഴിഞ്ഞിട്ടൊരു താങ്ക്സ് ഗിവിങ്ങിന് പോകുന്നുണ്ട്. നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ, എന്നെ സഹായിച്ച വ്യക്തികൾക്ക് ഞാൻ ഉടനെ ഒരു താങ്ക്സ് പറയും. അങ്ങനെ പോകുന്ന ഹനുമാനോട് രാമൻ പറയുന്ന സ്ഥലത്ത് വാത്മീകി നിർത്തിയിട്ട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്, നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി എന്നാണ്. രാമൻ പറയേണ്ടിയിരുന്നത് എന്താണ്? ഹനുമാനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തിരിച്ച് തന്നെ സഹായിക്കാം എന്നൊരു വാക്കാണ് പറയേണ്ടത്. ആ രംഗം വരുന്ന സമയത്ത് വാത്മീകി അവിടെ നിർത്തിയിട്ട് പറയാണ്, അങ്ങനെ വിചാരിച്ചാൽ അന്ന് മുതൽ ഹനുമാന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. അപ്പോ രാമൻ ആരെയാണോ അത്തരം പ്രശ്നങ്ങളിൽ എത്തരുത് എന്ന് വിചാരിക്കുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് വാത്മീകി ആ ശ്ലോകങ്ങളൊക്കെ ചമച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് അറിയാം ഇത് സാധിക്കില്ല അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന്. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് ചാടാനൊക്കെ അറിയാമായിരുന്നു. ഓരോരാളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിഭീഷണൻ വരുന്ന സമയത്ത് ഇദ്ദേഹം ട്രസ്റ്റ് വർത്തി അല്ല, അയാളുടെ ബ്രദറിന്റെ ദൂതനായിട്ട് വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളെ ചീറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന സമയത്ത് തീരെ മിണ്ടാതിരിക്കുന്നത്. കാരണം സ്വാമിയുടെ മുന്നിൽ ഒന്നും പറയരുത്, കാരണം സ്വാമിക്ക് എല്ലാം അറിയാം എന്നറിയുന്ന ഒരു ഭക്തനാണ് യഥാർത്ഥ ഭക്തൻ. അത് ഒരു സ്ഥലത്തും അനാവശ്യമായിട്ടൊരു അഭിപ്രായം പറയാത്ത ഒരാളാണ്. പറയുന്നത് മാത്രം അനുസരിച്ച് പൂർണ്ണമായിട്ടും വിധേയനായിട്ടിരിക്കുന്ന ഒരു ഭക്തനായിരുന്നു ഹനുമാൻ എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ല ഭക്തന് വേണ്ടത്, എൻ്റെ അകത്ത് ആരായിരിക്കുന്നത്? രാമനാണ്. അപ്പൊ ഞാനൊരു അഭിപ്രായം പറയാൻ പോയാൽ സീതയ്ക്കോ രാമനോ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മളൊരു അഭിപ്രായമായിട്ട് പറയേണ്ടത്, കാരണം അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറം. അപ്പൊ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവരിയ്ക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് അറിയാതിരിക്കുമോ? അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഹനുമാൻ അഭിപ്രായങ്ങൾ പറയാത്തത്? ഹനുമാന്റെ അകത്തിരിക്കുന്നത് ഹനുമാൻ അല്ല, രാമനും സീതയും തന്നെയാണെന്നുള്ളത്. അത് തുറന്നു കാണിക്കേണ്ട കാര്യമില്ല. രാമായണം ഫുൾ വായിക്കുന്ന സമയത്ത് കാണാം, ഒരു സ്ഥലത്തും ബാക്കിയുള്ള പല അഡ്വൈസേഴ്സും അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഹനുമാൻ ഒരു അഡ്വൈസും കൊടുത്തിട്ടില്ല. എന്താണോ പറയുന്നത് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വലിയൊരു കഴിവാണ്. അപ്പൊ ഹനുമാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, രാമായണത്തില് രാമനെയും സീതയെയും നമ്മൾ ഏതുപോലെ ഭജിക്കുന്നോ അതുപോലെ ഭജിക്കേണ്ട ഒരാളാണ്. കാരണം ഹൃദയത്തിന്റെ ഉള്ളില് ഹനുമാൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ആരാണോ ഒരു ബാച്ചിലർ, ബ്രഹ്മചാരി, അതുകൊണ്ടാണ് ബ്രഹ്മചാരികളൊക്കെ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത്. കാരണം ബ്രഹ്മചാരിക്ക് വേണ്ട എല്ലാ കഴിവും എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഹൃദയത്തിന്റെ ഉള്ളില് ഭഗവാനെ വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ചിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളത് ഹനുമാനാണെന്ന്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഫിജിയിൽ രാമായണ കോൺഫറൻസിന് പോയ സമയത്ത് അവിടെ കൗണ്ടറിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നഴ്സുമാരിക്കുന്നുണ്ട്. ആ കോൺഫറൻസ് ഇനോഗ്രേറ്റ് ചെയ്തത് അവിടുത്തെ അന്നത്തെ പ്രധാനമന്ത്രി ഒരു മുസ്ലിമാണ്, സീനിയർ മിനിസ്റ്റർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം മുസ്ലിമാണ്. ഇനോഗ്രേറ്റ് ചെയ്തത് പിന്നെ അദ്ദേഹമാണ്. അപ്പൊ കൗണ്ടറിൽ ഇരിക്കുന്ന എല്ലാ നഴ്സുമാരും കൊന്തയിട്ടിട്ടുണ്ട്, ക്രോസും ഉണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, രാമായണ കോൺഫറൻസിൽ നിങ്ങൾക്ക് എന്തേ ഇവിടെ വന്നിരിക്കുന്നതിന് പകരം വല്ല ഹിന്ദു കുട്ടികളെ അയച്ചിരുന്നു? അപ്പൊ അവർ താഴത്ത് നിന്ന്, ഡെസ്കിന്റെ താഴത്ത് നിന്ന് ബുക്ക് തുറന്ന് കാണിച്ചു തന്നു, ഹനുമാൻ ചാലീസ വായിച്ചുകൊണ്ടിരിക്കുക അവർ സ്ഥിരമായിട്ട്. വേഷം ഇട്ടിട്ടുള്ളതും ഡ്രസ്സും കൊന്തയൊക്കെ കറക്റ്റ്.
ഇതാണ് ആ ഫിജിയിലൊക്കെയുള്ള നേഴ്സിംഗ് ആയിട്ടുള്ള ക്രിസ്ത്യൻ സ്ത്രീകള് വായിക്കുന്നത് ഹനുമാൻ ചാലീസയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊരു ഒരു ഒരു അനുഭവമായിരുന്നു അതൊക്കെ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കുറച്ച് കുറവായിരിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹനുമാൻ ചാലീസയാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള ഭജന സംഘത്തിന്റെ അതുപോലെ തുടക്കവും മുടക്കും. ടിപ്പിസി പല ഇതിലും കേട്ടിട്ടുണ്ട്. ഈ ദുർമന്ത്രവാദം, അതുപോലെ കൂടോത്രം, ഇങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങൾ ബാധിച്ചതായിട്ട് സ്വയം കരുതുന്നവര് ഹനുമാൻ ചാലീസയും അതുപോലെ സുന്ദരകാന്ഡമാണ് അതിനുള്ള പ്രതിവിധി. അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അതിന് കാരണം എന്താ വെച്ചാല്, നമുക്ക് എന്നെ ഏതെങ്കിലും തരത്തില് ധംസിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ചിന്തകളാണ് നമ്മൾ പറയുന്ന കൂടോത്രവും. എല്ലാ കർമ്മങ്ങളും നമുക്കെതിരെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്ന് വിചാരിക്കാം. എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ എനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെക്കാളും കഴിവ് കൂടിയിട്ടുള്ള എന്തോ ഒരു സാധനം എന്നെ വിഴുങ്ങുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് എന്നെ അത് ഉപദ്രവമായിട്ട് മാറുന്നത്. എന്നെ ഭയപ്പെടുത്തണമെങ്കിൽ, എന്നെ ഒരു പട്ടി ഭയപ്പെടുത്തണമെങ്കിൽ എനിക്ക് പട്ടിയെക്കാളും കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ പട്ടി എന്നെ ഭയപ്പെടുത്തില്ല. നമ്മൾ ചെറിയ ജീവികളെ പോലും പല്ലിയെ ഭയപ്പെടുന്നു. ആ പല്ലി എന്ന് പറയുന്ന ജീവി എൻ്റെ ഒരു വിരലിന്റെ അത്രേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആ ബോധം നമുക്കുണ്ടെങ്കിൽ, പക്ഷെ എന്തോ ഒരു ഭയം നമ്മളിലുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് എന്നെ ശരിക്കും എനിക്ക് അറിയാത്തത് കൊണ്ടാണ്, എനിക്ക് അതിനേക്കാളും കഴിവുണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഹനുമാൻ എന്ന് പറയുന്നത് ആ അറിവില്ലായ്മയുടെ സ്ഥലത്ത് അറിവ് കൊടുത്തപ്പോഴാണ് ഇത്രയും യോജന ചാടിയത്. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്ത് ആർക്കും ചാടാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്താണ് ഹനുമാൻ ചാടുന്നത്. അതിനെന്താ കാരണം? സൂര്യനിലേക്ക് ചാടിപ്പോയിട്ട് പഴമാണെന്ന് വിചാരിച്ച് പറിക്കാൻ പോയ കഥയിലാണ് ഹനുമാനെ തുടങ്ങുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയാ. ചെറിയ ബാല്യത്തിൽ തന്നെ സൂര്യനെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചാടിയിട്ടുള്ള ആളാണ് ഹനുമാൻ. അപ്പൊ അദ്ദേഹത്തിന് ഈ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ചാടാനാ പ്രശ്നം. പക്ഷെ അത് മറന്നു പോകണേ എന്നുള്ളൊരു ശാപം കിട്ടിയിട്ടുണ്ട്. അവനവന്റെ കഴിവുകള് അവനവൻ ഉണ്ടാവില്ല എന്ന് അറിയുന്ന ഒരവസ്ഥയിലേക്ക് മാറണേ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് സാധിക്കാത്തത്. അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കുള്ള കഴിവുകൾ ഇല്ലായ്മയിലാണ് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ക്രിയാകർമ്മങ്ങളൊക്കെ നമ്മളെ നെഗറ്റീവിലേക്ക് ചാടിച്ചിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഈ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് സ്വയം നമ്മളെ അറിയിപ്പിക്കുന്നതാണ് ഹനുമാൻ ചാലീസ. ഹനുമാന്റെ കഥ ഓർക്കുമ്പോൾ എനിക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ട്, നമ്മൾ മറന്നുപോയ എൻ്റെ കഴിവുകൾ എന്നിൽ ഓർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആണല്ലോ ഫയൽവാൻമാരും WWW അടിക്കുന്നവരും ഒക്കെ എനിക്ക് കഴിവുണ്ട് എന്നുള്ള ബോധം വരുമ്പോഴാണ് അവർക്ക് ഭയമില്ലാതിരിക്കണം. ആറ്റിറ്റ്യൂഡ് സെറ്റിങ്ങിനുള്ള ഏറ്റവും നല്ല മാർഗമാണത്. അതുകൊണ്ടാണ് ഈ ദുർമന്ത്രവാദവും ദുഷ്ക്രിയകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹനുമാൻ ചാലീസ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും നിൽക്കില്ല, നമുക്ക് കിട്ടുന്നൊരു കവചമാണ്. അതുകൊണ്ട് കവചമായിട്ടാണ് ഹനുമാനെ കാണുക. പിന്നെ ഹനുമാനെ പിടിച്ച എന്തായാലും ഹനുമാന്റെ ഉള്ളില് രാമനും ശ്രീതി ഉണ്ടല്ലോ, പിന്നെന്താ വേണ്ടത്? ഹരേ രാമ എന്നുള്ള അർത്ഥം തന്നെ അതല്ലേ. തീർച്ചയായും നമ്മുടെ മനസ്സിന് ശക്തി കിട്ടാൻ കൂടിയാണ്. വെളിച്ചത്തിലേക്ക് പോവാം. വെളിവുണ്ടാവുക പറയില്ലേ, വെളിവില്ലാത്തവനല്ലേ പ്രശ്നമുള്ളൂ. വെളിവുണ്ടാവുമ്പോ പിന്നെ പ്രശ്നമില്ല. വളരെ വ്യക്തമാണ് ഒരു ഉത്തരം.